അവിടെ കുടുംബത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങളൊക്കെയാണ്. അതായത് അവരൊരിക്കലും വീട് പണിതിട്ട് പൂർത്തിയാക്കാൻ പറ്റണില്ല. ഒരു മുറി മുകളിൽ എടുക്കാൻ വേണ്ടി ഒരു 5 ലക്ഷം രൂപയോ 3 ലക്ഷം രൂപയോ കൂട്ടി വെക്കുമ്പോൾ ഉടനെ അതിന് വലിയ ആവശ്യം വരും. ഒന്ന് വീട്ടിലെ ആവശ്യം വരും, അല്ലെങ്കിൽ ബന്ധുക്കൾ ആവശ്യം. ചെറിയ പറയല്ലേ പണം വീട്ടിൽ ഇരിക്കണില്ലെന്ന്. എല്ലാവരുടെയും പ്രശ്നമാണത്, പണം വീട്ടിലിരിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി പണം സ്വരുക്കൂട്ടി വെക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ വിചാരിക്കാത്തൊരു അനാമത്ത് ചിലവ് വരും. അങ്ങനെ മണി ഫ്ലോ തിരിച്ചൊഴുകുന്ന ഒരു കാലമുണ്ട്. അപ്പം അവർ മടുത്ത് 3-4 പ്രാവശ്യം വീട് വെക്കാൻ ശ്രമിച്ച് സ്വരുക്കൂട്ടി വെച്ച കാശും കൊണ്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി എടുത്തും കൊടുത്തും സംഭവം അവരെ അലാക്കിൽ കിടക്കുകയാണ്. അപ്പം അമ്മയോട് പറഞ്ഞു, അമ്മ വീട് പണിയണം എന്ന് പറയും. അത്രേ ഉള്ളൂ ഉടമ്പടിയിൽ. പിന്നെ ഒരു മുറിക്കാണ് ഈ ഉടമ്പടി വെച്ചിരിക്കണം അവർ. പക്ഷെ അവരാ സാക്ഷി നിങ്ങൾ കേൾക്കണമെങ്കിൽ ഇന്ന് പോയി അവർ പണിതിരിക്കുന്നത് മുകളിൽ 3 മുറിയാണ്. വിത്തിൻ നോ ടൈം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 സന്ദർശിച്ച് സംരക്ഷിക്കുന്ന ദൈവത്തെ വിശ്വസിക്കാത്തവരൊക്കെ അവർക്ക് ഇതൊക്കെ ഇങ്ങനെ ആൾക്കാരെ പറഞ്ഞ് പിരികേറ്റി ഉടമ്പടി എടുക്കാൻ വേണ്ടിയുള്ള എൻ്റെ ബിസിനസ് തന്ത്രമാണെന്ന്. അങ്ങനെയുള്ള ഇഡിയറ്റ്സ് ഉണ്ട്. അതെന്നുവെച്ചാൽ ഇതൊക്കെ അച്ഛനിങ്ങനെ, ഞാൻ പറഞ്ഞത് എന്താണ്, ജനങ്ങളുടെ അനുഭവങ്ങളല്ലേ പറയണത്. അപ്പം അവരുടനെ നമ്മുടെ എതിർക്കുന്നവർ പറയും ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമായിരിക്കുമെന്ന്. ഒറ്റപ്പെടലല്ല, 10 സാക്ഷ്യം വെച്ചാൽ ഒരു ദിവസം അപ്പ് ചെയ്യണത്. 10 സാക്ഷ്യം ഒരു ദിവസം അപ്പ് ചെയ്യും. 15 സാക്ഷ്യം ഒരു ക്ലസ്റ്ററായിട്ട് അപ്പ് ചെയ്യും. ദാറ്റ് മീൻസ് 25 സാക്ഷ്യം ഒരു ദിവസം. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ 10 ദിവസം ആകുമ്പോൾ 250 സാക്ഷ്യം, ഒരു മാസം 750 സാക്ഷ്യം. 750 കുടുംബങ്ങൾ പല പല ഘട്ടത്തിൽ രക്ഷപ്പെട്ടിരിക്കുന്നു. അതായത് ഇന്ന് വരെ മനുഷ്യൻ ആധ്യാത്മികമായിട്ടുള്ള ഇതുപോലെയുള്ള മാധ്യമങ്ങളിൽ ആശ്രയിച്ചിട്ട് ഇന്ന് വരെ കാണാത്ത അടയാളങ്ങളാണ് മനുഷ്യൻ കാണുന്നത്. അങ്ങനെ ആരും ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞിട്ട് ഒരു വിഡ്ഢിക്കും കൃപാസനത്തെ എഴുതി തള്ളാൻ പറ്റത്തില്ല. നിങ്ങൾ എന്ത് റാഷണലിസ്റ്റാണെന്ന് പറഞ്ഞാലും അതേസമയം തന്നെ മനുഷ്യൻ ഇന്ന് ദൈവത്തിൽ സത്യസന്ധമായിട്ടാണ് നീ വിശ്വസിക്കണത് എങ്കിൽ വിശ്വസിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, പാലമാണ് വിശ്വാസം. അത് മരപ്പാലമുണ്ട്, കോൺക്രീറ്റ് പാലമുണ്ട്. അപ്പം ദൈവം നോക്കണ ചവിട്ടിയെ കണ്ടിക്കണത് മഴ വന്നാൽ ഉറഞ്ഞു പോണ മരപ്പാലമല്ല. അതുകൊണ്ട് മരപ്പാലത്തെ കൂടി ദൈവം നിങ്ങൾ നടത്തുമ്പോൾ ഓർക്കണം, ഇത് മരപ്പാലം മാറ്റാൻ സമയമായി ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ വേറെ ഒരു സാക്ഷ്യം വന്ന്, ആ സാക്ഷ്യം പ്രിൻസിൻ്റെ സാക്ഷ്യമാണ്. ഇപ്പം തന്നെ 10-60,000 പേര് ആ സാക്ഷ്യം കണ്ടു കഴിഞ്ഞ്. പ്രിൻസിൻ്റെ വിഷയം എന്താണെന്നറിയോ? പ്രിൻസിൻ്റെ വൈഫ്, അവരുടെ പേര് സൗഭാഗ്യം. പ്രിൻസിൻ്റെ പാലക്കാട്ടുകാരാണ്. പ്രിൻസിൻ്റെ വൈഫ് സൗഭാഗ്യ പ്രിൻസിനോട് പറഞ്ഞ് നമുക്കൊന്ന് കൃപാസനത്തിൽ പോവുക. എന്താണ് നടക്കാത്ത എല്ലാ കാര്യവും അവിടെ ചെന്നാൽ മാതാവ് നടത്തുമെന്ന് പറഞ്ഞപ്പോൾ ചിരിച്ച് കളഞ്ഞു. എന്ത് വിഡ്ഢിയാണ്, പെണ്ണുങ്ങളല്ലെങ്കിലും ജന്മനാ വിഡ്ഢികളാണെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഈ പ്രിൻസ്. കഴിഞ്ഞാൽ അവരെന്താ പറയണത്, നമുക്കൊന്ന് കൃപാസനത്തിൽ പോകാം, നടക്കാത്ത എല്ലാ കാര്യങ്ങളും അവിടെ മാതാവ് നടത്തുന്നുണ്ട്. പക്ഷേ വൈഫ് ഇവർ തമ്മിൽ നല്ല ടേംസാണ്. അത് കാരണം പറയും എനിക്ക് വിശ്വാസമൊന്നുമില്ല, നിൻ്റെ കൂടെ ഞാൻ വരാമെന്ന് പറഞ്ഞു. എനിക്ക് വിശ്വാസമില്ല, അവളുടെ ഒരു താല്പര്യമില്ലേ, അതുകൊണ്ട് ഞാൻ നിൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. പക്ഷേ എന്തിനാണ് നമ്മൾ പോണത്? അപ്പോഴ് ഇവിടെ സൗഭാഗ്യം പറയും നമുക്ക് 6 കാര്യങ്ങൾ എഴുതാമെന്ന് പറയും. നമുക്ക് 6 കാര്യങ്ങൾ എഴുതാമെന്ന് പറയും. അപ്പോൾ പ്രിൻസ് ഇവിടെ ഒന്ന് നോക്കിയിട്ട് ഓർത്തിട്ട് 10-60 കാര്യങ്ങളുണ്ട്. 6 കാര്യത്തിൽ നിൽക്കണില്ല ജീവിതം 6 കാര്യത്തിൽ നിൽക്കണില്ല. എന്തെഴുതാനാണ്? ഒത്തിരി എഴുതണമല്ല. ഇത് ഏതാണ് പ്രധാനപ്പെട്ടത്? ഒന്നാമത് എഴുതേണ്ട ഏതാണ്, രണ്ടാമത് എഴുതേണ്ട ഏതാണ്ട് ഒന്ന് എഴുതി കൺഫ്യൂഷനായപ്പോൾ പുള്ളിക്കാരൻ 3 കാര്യം മാത്രം എഴുതി. ഒറ്റ വരിയിൽ 3 കാര്യം എഴുതി. വൈഫിനോട് പറഞ്ഞിട്ടാണ് എഴുതിയത്. 1, എന്നെ, എൻ്റെ ഭാര്യനെ, എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ അപ്പനെയും സംരക്ഷിക്കണം. 2, അതിൻ്റെ കൂടെ തന്നെ
ഞങ്ങൾക്ക് മാരക രോഗം വരരുത്. തീർന്നു. ബാക്കിയുള്ളത് വേറെ എടുത്ത് ജീവിക്കാം ദൈവം തന്ന ആരോഗ്യം കൊണ്ട്. അതാണ് മനസ്സിൽ വിചാരിക്കണത്. അതല്ലാണ്ട് ആ സാക്ഷ്യത്തിൻ്റെ പൊക്കം അങ്ങനെയാണല്ല. ബാക്കിയുള്ളത് എനിക്ക് നല്ല മനുഷ്യൻ നല്ല ആരോഗ്യമുണ്ട്, ബാക്കിയുള്ളത് വേറെ എടുത്ത് ജീവിക്കാം. ഞങ്ങൾക്ക് എന്താ വേണ്ടത്? എൻ്റെ അപ്പനും എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ കുഞ്ഞിനും സംരക്ഷണം വേണം. രണ്ടാമത് എന്താണ്? ഞങ്ങൾക്ക് മാരക രോഗങ്ങളൊന്നും വരരുത്. പക്ഷെ അത് നല്ല എനിക്കൊണ്ട് അത് എല്ലാവരും എഴുതണമെന്ന് എനിക്ക് തോന്നണം കേട്ടോ. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയൊരു ഇൻഷുറൻസാണ് അത് മാതാവിനൊക്കെ എടുക്കുന്നത്. എല്ലാവരും അത് എഴുതണമെന്ന് എനിക്ക് തോന്നണേ. സംരക്ഷണം. പിന്നെ സിത്തര എഴുതി ഉള്ള വിശ്വാസം വെച്ച് ഉടമ്പടി ചെയ്ത് വീട്ടിൽ ചെന്ന് ഇവർ പ്രത്യക്ഷയുടെ പ്രാർത്ഥന സൗഭാഗ്യം എന്ന് പറയണത് നമ്മൾ പറയും ഒരു പ്രത്യക്ഷ കാരണം. ഇപ്പം ഇന്നലെ ഒരു പൂർണിമ അങ്ങനെ ഇതൊരു പെങ്കൊച്ച് സാക്ഷ്യം ഹരിപ്പാടെന്ന് 5 മണിയെന്നും പറഞ്ഞൊരു സമയമുണ്ടെങ്കിൽ ഞാൻ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലിയിരിക്കുമെന്ന് പറയും. അത്രയും കട്ടണ്ടായിട്ടാണ് അവർ പ്രത്യക്ഷിക്കാനൊക്കെ. അത് പ്രത്യക്ഷ പ്രാർത്ഥനയാണല്ലോ ഇതിൻ്റെ ആത്മാവെന്ന് പറയണത്. ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യണത് ആദ്യത്തെ താക്കോലെന്ന് പറയുന്നത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ്. അതാണ് ആദ്യമേ നമ്മൾ വെളുപ്പിനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന. കാര്യം മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നമ്മൾ അംഗീകരിച്ചിട്ട് സഭ അത് അംഗീകരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന തുടങ്ങിയപ്പോഴാണ് ആ പ്രാർത്ഥനയായിട്ടാണ് മാതാവ് ഉടമ്പടി തരണത്. അപ്പോൾ ഉടമ്പടി നടക്കുന്ന എല്ലാ കാര്യവും പ്രത്യക്ഷത്തിലേക്കാണ് പോണത്, പ്രത്യക്ഷീകരണത്തിലേക്കാണ് പോണത്. പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണമായിട്ടാണ് ഇത് വരണത്, ഉടമ്പടിയുടെ ഓരോ സാക്ഷ്യവും വരണത്. അപ്പോഴേ നമ്മുടെ സൗഭാഗ്യം ഇത് പറയണത് അവളെ ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥനയല്ല ചെയ്യണത്, അവൾ 53 പ്രത്യക്ഷീകരണ പ്രാർത്ഥനയില്ല. അതെന്താ? ഞങ്ങൾ ഇവിടുന്ന് പറയണത് ഒന്നാണ്, ഇവർ വീട്ടിൽ ചെല്ലുമ്പോൾ 53 ആക്കും എന്ന് പറഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ 53 ആക്കരുത് കേട്ടോ. അവസാനം പ്രാർത്ഥന നിങ്ങൾക്കൊരു ഭാരമായിട്ട് വരും. മറ്റുള്ളവരെയൊക്കെ അനുകരിച്ച് പ്രാർത്ഥനയുടെ എണ്ണം കൂട്ടിയാൽ അത് ഭാരമാണ്. സൗഭാഗ്യക്ക് അത് അഭിഷേകമാണ്, മറ്റുള്ളവർക്ക് അതൊരു ഭാരമായിട്ട് വരും. കാരണം ദൈവത്തിൽ നിന്നൊരു അഭിഷേകം കിട്ടിയാൽ യു ക്യാൻ ഡു ഇറ്റ്. അപ്പോൾ നമുക്ക് ഭാരപ്പെടത്തില്ല. ദൈവം അത് അക്സെപ്റ്റ് ചെയ്തിട്ട് നീ എഴുതിക്കോ, നീ 53 ചൊല്ലിക്കോ എന്ന് പറഞ്ഞ് ദൈവം അവനൊരു അഭിഷേകം കൊടുത്താൽ അത് ലൈറ്റ് വെയ്റ്റായിട്ട് പോകും. ലഘൂകരിച്ച് പോയാൽ നമുക്കൊരു ഭാരപ്പെടാതെ നമുക്കത് ചെല്ലാൻ പറ്റും. ഭാരപ്പെട്ടിട്ട് ഒരു ആധ്യാത്മിക കാര്യം ചെയ്യരുത്. കാര്യം നിങ്ങൾ ചെയ്യേണ്ട ഭാരമില്ലാതെ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ചെയ്യണ ഉടമ്പടിയുടെ ഓരോ കാര്യത്തിനും ഭാരം വെച്ചിട്ടാണ് തന്നിരിക്കുന്നത്. ഭാരമുണ്ട്. ഇപ്പം പത്രം കൊടുക്കാൻ ഭാരമില്ലേ? വെയിലത്ത് നടക്കണം. ചിലപ്പോൾ ആൾക്കാർ തോന്നിയ ദിവസം പറയും, ചില ആൾക്കാർ ആക്ഷേപിക്കും. ഭാരമുണ്ട്. ഇത് ഭാരം വെച്ചാൽ തന്നിരിക്കണതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം ഉള്ളവൻ മാത്രമേ അത് ചെയ്യാവൂ. വായി നോക്കികളൊന്നും ഉടമ്പടി എടുക്കരുതെന്ന് തന്നെ ഉദ്ദേശമാണ്. കാരണം ഉടമ്പടി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബൈലാറ്ററൽ എഗ്രിമെൻറ്റ്. ദൈവവും നമ്മൾ തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധമാണ്. അപ്പോൾ ദൈവത്തോട് വ്യക്തിപരമായ ബന്ധം ഉണ്ടാകണമെങ്കിൽ കപ്പാസിറ്റി ഉള്ള ആളായിരിക്കണം ആ ഉടമ്പടിയിൽ നിൽക്കേണ്ടത്. അതുകൊണ്ട് ഭാരപ്പെട്ട കാര്യങ്ങളാണ് ഇതിലുള്ളതെല്ലാം, ഭാരമില്ലാത്ത കാര്യങ്ങളില്ല. ദൈവസ്നേഹം കൂടിയാൽ മാത്രമേ ഭാരം കുറയത്തുള്ളൂ. അതാണ് സംഭവം. ഈ ഭാരമുണ്ട്, നിങ്ങൾക്ക് ഭാരമാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഭാരമായിട്ടല്ല, നിങ്ങൾ ദൈവസ്നേഹം കുറവാണെന്നാണ്. അപ്പോൾ ദൈവസ്നേഹം കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ദൈവസ്നേഹം കുറഞ്ഞു പോയി നമ്മൾ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് ഭാരമായി എന്ന് കണ്ടാൽ വാട്ട് യു വിൽ ഡു? അത് സിമ്പിളാണ്. അതായത് ദൈവസ്നേഹം നിങ്ങൾക്ക് കുറഞ്ഞു പോയി, നിങ്ങൾക്ക് ഉടമ്പടി വിഷയങ്ങൾ ഭാരമാണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ കരകയറാൻ എന്താ മാർഗം? നിങ്ങൾക്ക് ദൈവസ്നേഹം കൂട്ടാൻ പറ്റും. ദൈവസ്നേഹം എങ്ങനെ കൂട്ടും? നമ്മൾ ദൈവസ്നേഹം കൂട്ടണമെങ്കിൽ ദൈവം പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കി വെക്കണം. എന്നിട്ട് ജീവിതത്തിൽ അത് മാത്രം ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇപ്പോൾ 1 യോഹന്നാൻ 2:5 എടുത്തേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ. യോഹന്നാൻ 2:5. 1 യോഹന്നാൻ 2:5. എന്നാൽ
എന്തെന്നാൽ എന്നാൽ എന്നാൽ അവന്റെ വചനം അവന്റെ എന്ന് വചനം പറഞ്ഞ് അവന്റെ വചനം അവന്റെ വചനം അവന്റെ വചനം പാലിക്കുന്നവനിൽ പാലിക്കുന്നവനിൽ സത്യമായും സത്യമായും ദൈവസ്നേഹം ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. അതാണ് സംഭവം. അപ്പം ദൈവസ്നേഹത്തിന് ഹാഫുണ്ട്, ഒരു ക്വാർട്ടറുണ്ട്, ഒരു ഹാഫുണ്ട്, ഒരു മുക്കാലുണ്ട്, ഒരു ഫുള്ളുണ്ട്. അപ്പം ഈ ദൈവസ്നേഹത്തിൻ്റെ ഫുള്ളിലേക്ക് എങ്ങനെ വരണത്? എന്തെന്നാൽ പറഞ്ഞേ, ചൊല്ലി പറയാം. എന്തെന്നാൽ എന്തെന്നാൽ അവന്റെ വചനം അവന്റെ വചനം പാലിക്കുന്നവനിൽ പാലിക്കുന്നവനിൽ ദൈവസ്നേഹം ദൈവസ്നേഹം പൂർണ്ണമായിരിക്കുന്നു. പൂർണ്ണമായിരിക്കുന്നു. അപ്പൊ അവന്റെ വചനം പാലിക്കുന്നതിലാണ്, അല്ലാതെ വായിക്കുന്നതിലൊന്നുമല്ല, എഴുതുന്നതിലൊന്നുമല്ല. നമ്മൾ ചില ആൾക്കാരൊക്കെ വചനമൊക്കെ 90 പ്രാവശ്യം 900 പ്രാവശ്യമൊക്കെ എഴുതണമെന്ന് എഴുതിക്കോ, അതല്ല പ്രശ്നം. ദൈവസ്നേഹം പൂർണ്ണമാകുന്നത് അത് പാലിക്കുന്നതിലാണ്. 1 യോഹന്നാൻ 2:5 എന്ന് പറഞ്ഞ്, എന്തെന്നാൽ അവന്റെ വചനം അവന്റെ വചനം പാലിക്കുന്നവനിൽ ദൈവസ്നേഹം പൂർണ്ണമായിരിക്കുന്നു. പൂർണ്ണമായിരിക്കുന്നു. അവന്റെ വചനം പാലിക്കുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഉടമ്പടി ജീവിക്കുക എന്നാണ്. അവൻ പറയണ പോലെ ചെയ്യുക. ഇറ്റ്സ് ക്ലിയർ അല്ലേ? അവന് 2:5 അവൻ പറയണ പോലെ ചെയ്യും. നമ്മളത് അതുകൊണ്ടാണ് ഈ ഉടമ്പടിക്കുള്ള പ്രത്യേകത. ഒരു മനുഷ്യന് ദൈവസ്നേഹം പൂർണ്ണമാകാൻ ഏറ്റവും നല്ലത് അവൻ ഉടമ്പടി ജീവിക്കുന്നതാണ്. കൈയടിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. ഉടമ്പടി അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴ് നിങ്ങൾ ഉടമ്പടിയുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കണത് എന്താണ്? ഐ ആം ഡൂയിങ് എ ഫങ്ഷൻ. ഞാനൊരു കാര്യം ചെയ്യുന്നു എന്നല്ല പറയേണ്ടത്, ഞാൻ ദൈവസ്നേഹത്തെ പൂർണ്ണതയിലെത്തിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവസ്നേഹത്തെ പൂർണ്ണതയിലെത്തിക്കുന്നു. അങ്ങനെ ഓരോരോ കാര്യം ചെയ്യും തോറും ദൈവസ്നേഹം പൂർണ്ണതയിലെത്തും. ദൈവം പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കണം? ഉടനെ ടക്ക് എന്ന അടയാളം പ്രത്യക്ഷപ്പെടും. ഉടമ്പടി ഇത്രയും ആൾക്കാർ സാക്ഷ്യം അടയാളം പറയുന്നതിൻ്റെ കാരണം അതാണ്. ഇപ്പം തന്നെ നമ്മുടെ ഈ പ്രിൻസിനെ എടുക്കാം. പ്രിൻസ് ഉടമ്പടി എടുത്ത് പോയി പെട്ടെന്ന് 40 കൊല്ലമായിട്ട് ഒരു മലമണ്ടേ താമസിക്കുന്ന ആളാണ്. പാലക്കാട് 40 കൊല്ലമായി. അപ്പന് അവിടെയാണ്. അപ്പം പ്രിൻസിന് 10-30 വയസ്സ് പോലും ഇല്ല, അത്രേ ഉള്ളൂ. അപ്പനുണ്ട്. അപ്പം അവരവിടെ 40 കൊല്ലം താമസം, ഒരു പ്രശ്നമില്ല. ഉടമ്പടിയിൽ എടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഒന്നെന്താണെന്നറിയാവോ? ഒന്നെന്താണ്? ഞങ്ങൾക്ക് സുരക്ഷിതത്വം വേണം, മാരക രോഗങ്ങൾ ഉണ്ടാവരുത്. ഒരു കാര്യം കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്താ? ഞങ്ങൾക്കൊരു വീട് വേണം. വീടില്ല, ഉറഞ്ഞ വീടാണ്. വർഷങ്ങളായിട്ട് മലമണ്ട് ഉറഞ്ഞ വീട്ടിൽ താമസിക്കുക. അത് വെച്ചിട്ടുണ്ട് അവൻ. അപ്പോൾ എന്ത് ശാസ്ത്രം ചെല്ലുമ്പോൾ തന്നെ നമ്മൾ സംഭവിക്കണത് ഇങ്ങനെ എന്തിനാ ഉടമ്പടി അവർ പതുക്കെ ഉടമ്പടി പ്രകാരം ജീവിച്ചങ്ങനെ പോവുകയാണ്. ഭാര്യയും അവിടെ വിജയം എന്ന് പറയുന്നത് ഭാര്യയും ഇടിവെട്ട് ഉടമ്പടിയാണ്, ഭർത്താവ് പക്ക ഉടമ്പടിയാണ്. ഭാര്യയാണ് മോട്ടിവേറ്റർ ഭർത്താവിന്. അതുകൊണ്ട് അവർ
സത്യസന്ധമായിട്ട് പ്രിൻസിൻ്റെ വർത്തമാനം കേൾക്കാൻ നമുക്ക് അറിയാൻ പറ്റും. നല്ല അജാനബാഹുവായിട്ട് മനുഷ്യരുടെ, അതായത് സംസാരം കേൾക്കുമ്പോൾ അറിയാൻ പറ്റും അയാൾ സിൻസിയറാണ് ഉടമ്പടിയോടൊന്നും. പുള്ളിക്കാരൻ ബൈക്കിന് വന്നപ്പോഴേ, രാത്രി ബൈക്കിന് വന്നപ്പോൾ അപ്പം പറഞ്ഞിടാ മകനെ ഇവിടെ ഭയങ്കര മഴയാണ്, മകനെ അത് ഭയങ്കര മഴയാണ്. ഇത് അതായത് കുറേ ദിവസമായിട്ട് അവിടെ 10 ദിവസമായിട്ട് മഴ ഉണ്ട്, പക്ഷേ സന്ധ്യയായപ്പോൾ മഴ കൂടി, വല്ലാത്ത മഴയായി. അപ്പോൾ അവൻ വന്നിട്ട് നിൻ്റെ വണ്ടി പുറത്ത് നമ്മുടെ അയൽവാസികളുടെ വീട്ടിൽ വെച്ചിട്ട് 400 മീറ്റർ അകലെയാണ് അയൽവാസി ഉള്ളത്. പാലക്കാടുകാർക്ക് അറിയാമല്ലോ, അകലെയാണ് മനുഷ്യർ താമസിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് നീ തോട് നീന്തി പോരാൻ പറഞ്ഞു. തോടുണ്ട്, വീടിൻ്റെ വാതിക്കൽ കൂടി ഒരു തോടുണ്ട്. അപ്പോൾ ഇവനെങ്ങനെ പറഞ്ഞാലും ശരി അയൽവാസിയുടെ വീട്ടിൽ കൊണ്ട് വെക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നേരെ വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന് ആഴം കുറഞ്ഞ മണ്ണ് ചെളിയല്ല അതിൽ കൂടി ഓടിച്ച് വീട്ടിൽ കൊണ്ട് വെക്കുകയാണ് ചെയ്യണ വണ്ടി. പക്ഷെ അപ്പോഴവന് തോന്നി, അപ്പം പറഞ്ഞാൽ കേട്ടേക്കാമെന്ന് തോന്നി. അപ്പം അതിനെ ഞാൻ എളിമപ്പെട്ടെന്നാണ് പറഞ്ഞത്. അതാണ് വിഷയം. ആ വാക്ക് കറക്റ്റാണ്. നമ്മൾ അപ്പം പറഞ്ഞാലും ചില ആൾക്കാർ തണ്ടുരോഗം കാണിക്കുമല്ല, ചെറുപ്പക്കാർ പ്രത്യേകിച്ച്. അങ്ങനെയൊന്നുമല്ല, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരവരുടെ രീതിയിൽ ചെയ്യത്തുള്ളൂ. മുതിർന്നവർ പറഞ്ഞാൽ കേൾക്കത്തില്ലല്ല. പക്ഷേ ഇപ്പോഴും അവന് ഈ ഉടമ്പടിയിലായ കാരണം അവനും പരിശുദ്ധാത്മാവിൻ്റെ വെളിപാടുണ്ടായി. അപ്പം പറഞ്ഞ ദൈവം പറഞ്ഞതാണ് കേട്ടോ എന്നുള്ള ഒരു ബോധം ഉണ്ടായപ്പോൾ അവൻ വണ്ടി അവിടെ ഇട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. 400 മീറ്റർ നടന്ന് വീട്ടിലോട്ട് വരുമ്പോൾ ഉണ്ട് പണിയാനിവിടെ. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ കയറിയപ്പോൾ തോട് നീന്തി കയറി വീട്ടിലോട്ട് കയറിയപ്പോൾ നിന്ന് പെയ്യാണ്, ഇരുണ്ട് കുത്തി പെയ്യാണ്. കറണ്ടും ഇല്ല, മൊബൈലിൽ ലൈനുമില്ല, ഇരുട്ട് മാത്രം. എന്തിനെന്നറിയാൻ പാടില്ല. അവൻ നോക്കിയപ്പോൾ പുറത്തൊക്കെ വെള്ളത്തിൻ്റെ സ്വരം കേൾക്കുന്നുണ്ട്. വീടിൻ്റെ പുറകിൽ വെള്ളത്തിൻ്റെ സ്വരം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവന് ടോർച്ച് അടിച്ചിട്ട് വേണം ചെല്ലുമ്പോൾ വെള്ളം കുത്തി മോളി മലയെന്ന് പുറയുന്ന വെള്ളം കുത്തി ചെളിയുമായിട്ട് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഉടനെ തൻ്റെ കുറേ പുസ്തകങ്ങൾ ചാർത്തിലുണ്ടായിരുന്നു. വീടിൻ്റെ പുറകിൽ ചാർത്തിൽ കുറേ പുസ്തകങ്ങളുണ്ടായിരുന്നു, പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ. അത് എടുത്ത് കോരിപ്പിടിച്ച് അകത്തോട്ട് കയറുന്ന സമയത്ത് ഗ്യാസിൻ്റെ സിലിണ്ടർ ഒഴുക്കിക്കൊണ്ടുപോയി. അപ്പോൾ ഒഴുക്ക് മനസ്സിലായില്ലേ? ഇപ്പം വീടിൻ്റെ 2 വശത്തും കൂടി ഒഴുക്ക്, ഗംഭീര ഒഴുക്ക്. അപ്പോൾ ആ വീട്ടിൽ കയറി നിൽക്കുമ്പോൾ ഇടിയും മഴയും നടക്കുന്നുണ്ട്. അതേസമയം തന്നെ മുകളിൽ നിന്ന് ചേര കുത്തി വീടിൻ്റെ പുറകെ വന്ന് തള്ളി നിൽക്കുകയാണ്. ഇനി വീടും കൊണ്ട് പോകും, എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല. ഇനി ഇവിടെ നിന്ന് അപകടമാണ് മനസ്സിലായ അപ്പം തന്നെ ഉരുള് മോളിൽ പൊട്ടിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഉരുളിക്ക് പൊട്ടാൻ നിങ്ങൾക്ക് അറിയാമില്ല. ഏറ്റവും വലിയ സങ്കടകരമായ ഒരു യാഥാർത്ഥ്യമാണത്. പണ്ട് ഒരു രാമചന്ദ്രൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എരുമേലിയിൽ നിന്ന്. എന്നെ ഉടമ്പടി പേപ്പർ കാണിച്ചു. അയാൾ പറഞ്ഞത് ഉരുളി പൊട്ടിയപ്പോൾ ഒഴുകിപ്പോയി, എല്ലാം പൊഴിച്ച ഉടമ്പടി പേപ്പർ ഞാൻ വെള്ളത്തിൽ നിന്ന് പിടിച്ചെടുത്തതാണ്. രാമചന്ദ്രൻ എരുമേലിയിൽ നിന്ന്. ഞാൻ പറഞ്ഞു, മകനിവിടെ മുട്ടയിക്കാൻ പറഞ്ഞു, നിനക്കെന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഇരട്ടി അമ്മ തരാൻ ഉദ്ദേശിച്ചു. ഒരു സാധനം നമ്മൾ ഉടമ്പടി എടുത്തിട്ട് നശിച്ചു പോയെന്ന് കണ്ടാൽ അതിനർത്ഥം ദൈവം അത് നശിപ്പിക്കുന്നു, നിന്നെ പൂർണ്ണമായിട്ട് പുനരുദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ വൈഫ് അന്ന് വീട്ടിലില്ല, അവർ നേഴ്സാണ്, അടുത്തുള്ളൊരു ഹോസ്പിറ്റലിലാണ് അവർ. അപ്പോൾ പ്രായമായ അപ്പനുണ്ട്, അപ്പന് സ്റ്റെൻഡ് ഇട്ടിരിക്കുകയാണ്, ഹാർട്ട് പേഷ്യൻ്റാണ്. അപ്പോൾ പ്രിൻസിന് മനസ്സിലായി എല്ലാം ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇനി ഏത് സമയത്തും വീടും പോകും. ആ വീട് പോണതിന് മുമ്പ് തന്നെ
പോകാൻ സാധ്യതയുള്ള സമയത്ത് തന്നെ ഇവന് അപ്പന് പറഞ്ഞ് അപ്പ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. പക്ഷേ എങ്ങനെ പോകും? റോഡ് ഈ വെള്ളമെല്ലാം കൊത്തിയിട്ട് റോഡ് പൊങ്ങി, തോട് മുങ്ങിപ്പോയിരിക്കുക. അപ്പോൾ ഇനി കഴുത്തൊപ്പം വെച്ച് നീന്തേണ്ടി വരും. അപ്പനെയും കൊണ്ട് എങ്ങനെ നീന്തും? പ്രായമായ അമ്മയും കൊണ്ട് എങ്ങനെ നീന്തും? പിന്നെ ഉടനെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അമ്മയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ ഈശോ അതായത് ദേവമാതാവ് അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാനും എൻ്റെ ഭാര്യയും ഉടമ്പടി എടുത്തതാണ്, ഞങ്ങൾ നശിക്കരുത്, നശിക്കാൻ പാടില്ല. കാര്യം എന്താണ്? ഞങ്ങൾ നീയുമായിട്ട് ഉടമ്പടിയിലാണ് എന്ന് പറയുകയും പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ഇടിമിന്നലിൽ ഒരു കോവേണി കാണും. അവിടെ ഉണ്ടായിരുന്ന കോവേണിയാണ്. അമ്മ കോവേണി കാണിച്ചു കൊടുക്കും. ഉടനെ കോവേണി എടുത്തിവൻ തോടിൻ്റെ മുകളിലിടും. അലൂമിനിയത്തിൻ്റെ കോവേണി എടുത്ത് തോടിൻ്റെ മുകളിലിടും. തോടിൻ്റെ മുകളിലിട്ട് വെച്ച് ഉടമ്പടി കാശുരു എടുക്കും. എടുത്തിട്ട് അരയിൽ 5-8 പ്രാവശ്യം തിരിച്ചിട്ട് മുണ്ടയിൽ അത് തിരികെ വെക്കും. എന്നിട്ട് ഈ അമ്മനെയും കൊണ്ട് ഭാര്യയും അമ്മയും അപ്പനെയും കൊണ്ട് ഇവൻ ഈ പാലത്തെ കൂടി കയറി ഇപ്പുറത്ത് കൊണ്ട് വെക്കും. കൊച്ചിനെ അവൻ തോളിലെടുക്കും. എന്നിട്ട് അവരവിടെ നിന്ന് കുടിയൊഴിഞ്ഞ് പോരും. കുടിയൊഴിഞ്ഞ് പോരുമ്പോൾ പള്ളിയിലെ ക്യാമ്പിൽ വന്ന് താമസിക്കും. പക്ഷേ 28 ഉരുളാണ് അന്ന് പൊട്ടിയത് രാത്രി. 1-2 അല്ല, 28 ഉരുൾ. എല്ലാവരും തന്നെ ക്യാമ്പിലായിപ്പോയി. എന്നാൽ അവരാ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അതുപോലെ തന്നെ മുടങ്ങാതെ പോവുകയാണ്. ഇവൻ തിരിച്ച് ക്യാമ്പിൻ്റെ അവസ്ഥ അറിയാമല്ലോ. ക്യാമ്പ് ആദ്യത്തെ ഒരാഴ്ച തഹസിൽദാരും വില്ലേജ് ഓഫീസറും പാർട്ടിക്കാരും എല്ലാം വരുമെങ്കിലും അവസാനത്തെ ആഴ്ച കിടക്കുന്നവൻ്റെ അവൻ്റെ ശവം പോലെ കാണത്തുള്ളൂ. ആരും വരത്തില്ല, തിരക്കത്തില്ല. ഞാനും ക്യാമ്പ് നടത്തിയിട്ടുള്ളതാണ്, ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർ വന്നിട്ടുള്ളതാണ്. സുനാമി ക്യാമ്പ് ഈ ജില്ലയിൽ ആദ്യം നടത്തിയ ഞാനാണ്. ആദ്യത്തെ ആൾക്കാർ കുറേ ആൾക്കാരൊക്കെ വഴിയെ തിരക്കി അന്വേഷിക്കുകയും ചെയ്യും. അവരൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് ഒന്നും തരത്തില്ലെന്നല്ല, എല്ലാം തരും. അത് ആദ്യത്തെ ഒരു ഇതാണ്. അത് കഴിയുമ്പോൾ പിന്നീട് മനഃപൂർവ്വം നമ്മൾ അവിടുന്ന് പോയി കളയാൻ വേണ്ടി അവർ പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല. അവർ വരാത്തപ്പോൾ തന്നെ ഓർക്കുക, അവർ ക്യാമ്പ് പിരിച്ചു വിട്ടിരിക്കണം, ഇനി നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ പോയി മര്യാദക്ക് തേച്ച് കഴുകി ജീവിക്കാവുന്നതാണ് എൻ്റെ അർത്ഥം. അത്രേ ഉള്ളൂ. ഇപ്പോൾ പ്രിൻസ് വീട്ടിൽ ചെന്നപ്പോൾ വീട് പൊടിഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഉടനെ പ്രിൻസും ഭാര്യയും കൂടി ബാങ്കിൽ പോയിട്ട് വേറെ ഒരു വീട് നോക്കിയിട്ട് 5 പൈസ കയ്യിലില്ലേ, 5 പൈസ കയ്യിലില്ലാതെ, അതായത് അമ്മയുടെ അടുത്ത് എഴുതിയിട്ടുണ്ടല്ലോ വീട് വേണമെന്ന്, അത് ആ ഉറപ്പിലാണ്, ഉടമ്പടിയിൽ എഴുതിയിട്ടുള്ള ഉറപ്പേ ഉള്ളേ, അല്ല 5 പൈസ കയ്യിലില്ല. ഈ ഉടമ്പടിയിൽ വീട് വേണമെന്ന് നിങ്ങൾക്ക് തോന്നണ്ട, ചില ആൾക്കാർ യാന്ത്രികമായിട്ടാണ് ഉടമ്പടി ചെയ്യണത്, ചില ആൾക്കാർ ഒന്നൊന്നര ചെയ്ത്താണ് ചെയ്യണത്. അതാണ് സംഭവം. അവർക്കാണ് അങ്ങനെ. ദൈവത്തെ അറിയാമല്ലോ, ഇത് ചുമ്മാ ആരെങ്കിലും പറഞ്ഞത് കേട്ട് വന്ന് എഴുതുകയാണ്. ഉടമ്പടിയിൽ അവർ അനുഷ്ഠിക്കുകയുമില്ല, വിശ്വസിക്കുകയുമില്ല, പ്രാർത്ഥിക്കുകയുമില്ല. ഇപ്പം ഇന്നലെ ഒരു ചങ്ങനാശ്ശേരിക്കാരൻ സാക്ഷ്യം പറഞ്ഞ് കേട്ടില്ലേ, ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഇതിൽ വിശ്വസിച്ചില്ല, ഉടമ്പടി കൊണ്ട് നടക്കുമ്പോഴും ഞാൻ വിശ്വസിച്ചില്ല, പക്ഷെ ഞാനിതൊക്കെ ചെയ്ത് കൂട്ടുന്നുണ്ട് വിശ്വാസമില്ലാതെ. അങ്ങനെ അദ്ദേഹം സാക്ഷ്യം പറഞ്ഞിരിക്കണം, വിശ്വാസമില്ലാതെ ഞാൻ ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നുണ്ടെന്ന്. പക്ഷെ ഞാൻ വിചാരിച്ചത് ഈ കൃപാസനം പത്രത്തെക്കുറിച്ചൊക്കെ ഭയങ്കര ട്രോളല്ലേ, അത് കാരണം ഈ പത്രം പുറത്തെടുക്കാൻ പോലും എനിക്ക് ഭയങ്കര ആക്ഷേപമായിരുന്നു. പക്ഷെ ഞാൻ എടുത്ത് കൊടുക്കുമ്പോൾ ആൾക്കാർ വന്ന് ആർത്തിയോടെ മേടിക്കുന്നുണ്ട്. അത് ഞാൻ ഉദ്ദേശിച്ചില്ലെന്നാണ് പറയണത് തക്കാളശ്ശേരി ഈ ചങ്ങനാശ്ശേരിക്കാരൻ. ഞാനത് ഉദ്ദേശിച്ചില്ല. ഞാനോടത്തത് ആൾക്കാർക്ക് ഇതിനോട് പുച്ഛമായിരിക്കുമെന്നാണ്. ഞാൻ എടുത്തു കൊടുക്കുമ്പോൾ എനിക്ക് തികയാതെ വന്നെന്നാണ് പറയണത് പത്രം. കാരണം ജനങ്ങൾക്ക് ഇന്ന് അറിയാവുന്നതിന് ശരിക്കറിയാം കൃപാസനം പത്രം എന്താണെന്നും അവിടെ ദൈവം പ്രവർത്തിക്കുന്ന രീതിയാണെന്നും. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു. കൃപാസന പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനത് സാക്ഷ്യത ഇട്ടിട്ടുണ്ട്. നിങ്ങളതിൻ്റെ ഇനി ട്രോളർമാരത് കേട്ടാൽ പിന്നെ അവർ അത് വെച്ച് ട്രോളിക്കൊണ്ടിരിക്കും. ട്രോളട്ട ദൈവികമായ പദ്ധതിയുടെ മുന ഒടിക്കാൻ ഒന്നിനും പറ്റത്തില്ല. കാര്യം നമ്മളിങ്ങനെ കുറേ പലതരത്തിലുള്ള ആക്ഷേപങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ളതാണ്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പം അങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരണ സമയത്തും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ
വിശ്വസിക്കുന്നവർക്ക് അടയാളമായിട്ട് നടത്തിക്കൊണ്ടിരിക്കും. അതിലെല്ലാം വിശ്വസിക്കാത്തവർക്ക് ഞാൻ പറഞ്ഞ അത് നിങ്ങൾ ഉടമ്പടി ചെയ്യുന്നവരെ ഒരു ഒക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു സാമട്ടിൽ ചെയ്യുന്നതാണ് നിങ്ങൾക്കിത് ആപത്തായിട്ട് മാറണത്. ഇപ്പം ഇത് പ്രിൻസ് കണ്ട പ്രിൻസ് അപ്പനെയും അമ്മനെയും കടത്താൻ വേണ്ടി ഏണി തോടിന് വട്ടം വിട്ടിട്ട് ഈ മഴയത്ത് ഇറങ്ങി വരുമ്പോൾ അവനെന്താ ചെയ്യണത്? ഉടമ്പടി കാശുരം എടുത്തിട്ട് തുണിത്തെറുപ്പിൽ തെറുത്ത് വെച്ചിട്ടാണ് ഇറങ്ങണത്. എന്നിട്ട് അവൻ അമ്മയും കൊണ്ട് ഇറങ്ങണ പോയ സാന്നിധ്യം, ദൈവസാന്നിധ്യം, അതൊക്കെ ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. ഇങ്ങനെ വിശ്വാസം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിൻ്റെ ബാധ്യതയാവും ഇത് നിറവേറ്റി. നമ്മൾ വിശ്വാസം പ്രഖ്യാപിക്കുന്നില്ല, ദൈവത്തിന് പ്രശ്നങ്ങളൊന്നുമില്ലേ? നിങ്ങൾ പ്രഖ്യാപിച്ചില്ല, അത്രേ ഉള്ളൂ. പക്ഷെ വൺസ് നിങ്ങൾ സത്യസന്ധമായിട്ട് ഉടമ്പടിയിലുള്ള ദൈവത്തോടുള്ള ബന്ധം അരക്കിട്ട് നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം സത്യസന്ധനായത് കാരണം ദൈവത്തിന് നിങ്ങളുടെ നിയോഗങ്ങളോടുകൂടി നിവൃത്തിയാക്കാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം ദൈവം സത്യസന്ധനാണല്ലോ. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത്, നിങ്ങൾ എടുത്ത ഉടമ്പടി വൃത്തിയായിട്ട് ചെയ്യണം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിത വിശുദ്ധി കൂടി പാലിച്ചുകൊണ്ട് പോകണം. ജീവിത വിശുദ്ധിയും പാലിച്ച് അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനവും കൃത്യമായിട്ട് പാലിച്ച് ഞാൻ ഈ ഭൂമി ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് ഉടമ്പടി എടുത്തത് എന്ന് നിങ്ങൾ ധരിക്കണം. എന്നതിലുള്ള വിഷയം എന്താണെന്ന് അറിയാമോ? ഇപ്പം ഉടമ്പടിയെ നമ്മൾക്ക് 2 തരത്തിൽ വീക്ഷിക്കാം. നിങ്ങൾക്ക് ഉടമ്പടി എടുത്ത നിങ്ങൾക്ക് ഉടമ്പടിയെ 2 തരത്തിൽ വീക്ഷിക്കാം. ഒന്ന് വെള്ളിയും ഒന്ന് സ്വർണവുമാണ്. വെള്ളിയായിട്ട് എങ്ങനെ വീക്ഷിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മൂല്യം വെള്ളിയുള്ളൂ. നിങ്ങൾക്ക് ഉടമ്പടിയിൽ നിന്ന് എന്ത് വേണം? നിങ്ങൾ ഉടമ്പടിയെ കാണുന്ന വിധം, ജോലി വേണം, IELTS ജയിക്കണം, അല്ലേ, പറമ്പ് വിൽക്കണം, വീട് വേണം. അതാ നിങ്ങൾ എന്തിനാണ് ഉടമ്പടി എടുത്തിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഇത്രേ ഉള്ളൂ. എന്തിനാണ് നിങ്ങൾ എന്തിനാണ് ഉടമ്പടി എടുത്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? അത് ഒരു കുട്ടിയില്ല, ഇപ്പോൾ 16 വർഷമായിട്ട് മക്കളില്ല. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ 16 വർഷമായിട്ട് മക്കളില്ല, 15 വർഷമായിട്ട് മക്കളില്ലാത്തവരൊക്കെ വന്ന് സാക്ഷ്യം കുഞ്ഞുങ്ങളെ കൊണ്ട് അത് നമ്മൾ ഞെട്ടിച്ച് കളയും. IVF IUF എല്ലാം എടുത്തതിന് ശേഷം അവർ രാശി പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ ഏജ് കഴിഞ്ഞോ, ഇനി നിങ്ങൾക്ക് ദത്തെടുക്കാനേ പറ്റത്തുള്ളൂ, ദത്തെടുക്കാനും ഏജ് കഴിഞ്ഞോ. അപ്പോൾ അവർക്ക് എന്നിട്ട് ഉടമ്പടിയിൽ ഈ 18-ാം വർഷം അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കും. അതാണ് ഉടമ്പടി എന്ന് പറയണത്. അത് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ആൾക്കാരെ. അത് നമ്മൾ എല്ലാ ദിവസവും കണ്ടിരിക്കുക, എല്ലാ വല്ലപ്പം കാണുന്നത് എല്ലാ ദിവസവും ജനങ്ങൾ ഉടമ്പടി അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഉടമ്പടിക്ക് 2 വീക്ഷണങ്ങളുണ്ട്. ഒന്ന് ഒരു സിൽവർ ലൈനിലുള്ള ഒരു നിങ്ങൾ ഉടമ്പടിയെ കാണുന്നത് എന്തിനാണ് ഉടമ്പടി എടുത്തെന്ന് ചോദിക്കുമ്പോൾ ജോലി കിട്ടാൻ, കല്യാണം കഴിക്കാൻ, അല്ലെങ്കിൽ വസ്തു വിൽക്കാൻ, വസ്തു മേടിക്കാൻ, എന്തെങ്കിലുമായിരിക്കും നിങ്ങൾ പറയണത്. പക്ഷേ ഇനി വേറെ ഒരു ഗോൾഡൻ ലൈനുണ്ട്, ഗോൾഡൻ വെർഷനുണ്ട്. അതെന്താണ്? ഈ ഉടമ്പടി കൊണ്ട് ദൈവം എന്ത് ഉദ്ദേശിക്കുന്നു, മനസ്സിലായില്ലേ? അവിടെയാണ് പിടുത്തയിരിക്കണത്. ഈ ഉടമ്പടി കൊണ്ട് നിങ്ങളെന്ത് ഉദ്ദേശിക്കുന്നു എന്നുള്ളത് സിൽവറാണ്. പക്ഷെ അതേസമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്, ധ്യാനിക്കേണ്ടത്, ഈ ഉടമ്പടി കൊണ്ട് ദൈവം എന്ത് ഉദ്ദേശിക്കുന്നു, ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ നേരത്തെ കണ്ടു. എന്താ ഉദ്ദേശിക്കുന്നത്? ദൈവസ്നേഹം നിങ്ങളിൽ പൂർണ്ണമാകണം, അതാണ് ഉദ്ദേശിക്കുന്നത്. വായിച്ചില്ലേ നമ്മൾ? ഇപ്പോൾ 1 യോഹന്നാൻ 2:5 ഒന്നിട്ട് വായിച്ചേ. എന്നാൽ അവന്റെ വചനം പാലിക്കുന്നവനിൽ, അവന്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. അപ്പൊ ദൈവം ഈ ഗോൾഡൻ ലൈൻ എന്ന് പറഞ്ഞ ഇതാണ്. എന്താണ്? ഒരു ഉടമ്പടി എടുക്കുമ്പോൾ ആ ഉടമ്പടി കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങളിൽ
എന്നിൽ ദൈവസ്നേഹം പൂർണ്ണത പ്രാപിക്കണം. ഇതാണ് കവനന്റിന്റെ ഗോൾഡൻ ലൈൻ എന്ന് പറയണത്. എന്താണ് ഈ ഉടമ്പടി എടുക്കുന്ന വ്യക്തി എന്ത് ചെയ്യണം എന്നാ പറയണത്? ദൈവസ്നേഹം. പറഞ്ഞ ദൈവസ്നേഹം പൂർണ്ണത പ്രാപിക്കണം. അപ്പോഴേ എല്ലാവർക്കും ദൈവസ്നേഹം ഉണ്ട്. പക്ഷെ ഉടമ്പടിക്കാരിൽ നിന്ന് സാധാ ആയിട്ടുള്ള ദൈവസ്നേഹമല്ല ഉദ്ദേശിക്കണത്. എന്താ? മേത്തരം ദൈവസ്നേഹമാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ്? പൂർണ്ണത പ്രാപിച്ച ദൈവസ്നേഹമാണ്. ഉടമ്പടി ഒരു ജീവിത രീതിയാണെന്ന് പറയുന്നത് അവിടെയാണ്. ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പം ദൈവസ്നേഹം പൂർണ്ണത പ്രാപിക്കുന്നതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശമെങ്കിൽ ഒന്ന് പറഞ്ഞേ. ദൈവസ്നേഹം ഞങ്ങളിൽ പൂർണ്ണത പ്രാപിക്കുന്നതാണ് ദൈവത്തിന്റെ ഉദ്ദേശമെങ്കിൽ ആ ദൈവസ്നേഹം ഞങ്ങളിൽ പൂർണ്ണത പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ ചോദ്യമാണത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതിന് കർത്താവ് പറയും അവൻ്റെ വഴി കൂടി നടക്കണമെന്ന് പറയും. നിങ്ങളുടെ വഴി കൂടി നടന്നാൽ പറ്റത്തില്ല. എല്ലാവരും അവരവരുടെ വഴി കൂടിയല്ല നടക്കണത്. അവൻ്റെ വഴി കൂടി നടക്കാം. അവന് താഴത്ത് വായിച്ചേ 1 യോഹന്നാൻ 2:6 വായിച്ചേ. അവനിൽ വസിക്കുന്നെന്ന് പറയുന്നവൻ പറഞ്ഞ അവനിൽ വസിക്കുന്നുവെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ്? ദൈവസ്നേഹം പൂർണ്ണമാക്കാൻ വേണ്ടിയുള്ള ദൈവിക പദ്ധതിയാണ്. ദൈവസ്നേഹം എങ്ങനെ പൂർണ്ണമാകും? അത് അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കണം. അവൻ നടന്ന വഴിയിലൂടെയാണ് പ്രിൻസ് നടക്കണം. ഇപ്പം ഉള്ള വീടും പോയില്ലേ, വഴിയാധാരമായില്ലേ? അവൻ നടന്ന വഴി അവന് വീടില്ലല്ല, കിടക്കണം കണ്ടില്ലേ? അവൻ നടന്ന വഴിയിലൂടെ ഉടമ്പടിക്കാരൻ നടക്കണം കണ്ടില്ലേ? അവൻ നടന്ന അതേ വഴി. നിങ്ങൾ ഓർക്കണം, ഉടമ്പടി എടുക്കുമ്പോൾ ചിലർക്ക് അവൻ നടന്ന അതേ വഴിയിലൂടെ അവനെ പെട്ടെന്ന് നടത്തും നിങ്ങളെ. ഇതുകൊണ്ട് തീർന്നില്ല. പെൻസും ഭാര്യയും കൂടി ബാങ്കിൽ ചെല്ലുമ്പോൾ പറയും നിങ്ങൾക്ക് പുതിയ വീട് കണ്ടുപിടിച്ചവർ, പക്ഷേ കൈ കാശില്ല, ബാങ്കിൽ ലോൺ എടുക്കാമെന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ ബാങ്കുകാരൻ പറയും നിങ്ങളുടെ പ്രദേശത്തല്ലേ 28 ഉരുള് പൊട്ടിയത്, അവിടെ എന്തുറപ്പിന് ഞങ്ങൾ ലോൺ തന്നാൽ നിങ്ങളിങ്ങനെ റീഫണ്ട് ചെയ്യും, ആ സ്ഥലത്ത് ലോൺ തരിക എന്ന് പറയും. പിന്നെ എന്ത് തീർന്നില്ലേ? അവൻ നടന്ന അതേ വഴി. അവൻ വഴിയാധാരം കണ്ടില്ലേ? വീടുമില്ല, കുടിയുമില്ല, ഭാര്യയും കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇറങ്ങുക. അവൻ കർത്താവ് നടന്ന അതേ വഴിയിലൂടെ നടക്കണം. വൈഫ് എന്ത് ചെയ്യും? സൗഭാഗ്യ ഇടിപെട്ടാണ്. ഇങ്ങനെ ഒന്നും കൊണ്ട് അവൾ കുലുങ്ങത്തില്ല. അവളാണ് ഇപ്പോഴാണ്, നേരത്തെ ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ, ഇപ്പോഴാണ് ബാങ്കുകാരൻ ലോൺ നിഷേധിച്ചപ്പോഴാണ് അവൾ ഒരു തീരുമാനം എടുത്തത്. എന്താണ്? പ്രത്യക്ഷയുടെ പ്രാർത്ഥന 53 പ്രാവശ്യം ചെല്ലാവുന്നു. വിടാതെ ഇരുന്ന് 53 പ്രാവശ്യം ചെല്ലുമ്പോൾ വേറൊരു വീടിനെ, അവർ കണ്ടുവച്ച വീടിനെ ആ വീട് തന്നെ വെച്ചോണ്ട് ഈടാക്കിക്കൊണ്ട് ബാങ്കുകാരൻ ലോൺ അനുവദിക്കും. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ജീവിതത്തിൽ തുറന്നു തരുന്ന കാരുണ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ.